ഈ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ. നമുക്കറിയാം ഇപ്പൊ നിലവിൽ പാലക്കാട് നല്ല രീതിയിൽ മുന്നേറ്റം നടത്തി വരികയായിരുന്നു ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ അല്ലെ. അങ്ങനെ ഇരിക്കുന്നതിന്റെ അടുക്കാണ് ഇപ്പൊ പുള്ളിക്കാർ ഒരു നോട്ട് വിവാദത്തിൽ പെട്ടിരിക്കുന്നത്. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഇതിനോടൊക്കെ ന്യൂസിലൂടെ തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നലത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതാണല്ലോ. എന്താണ് സംഭവം? ശോഭാ സുരേന്ദ്രന്റെ പ്രതിനിധി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീക്ക് കൈമടക്ക് കൊടുക്കുന്നു. അങ്ങനെ കൈമടക്ക് കൊടുത്തതിന് ശേഷം ആ സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ കാറിനടുത്തേക്ക് നടന്നു നീങ്ങുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ ശോഭാ സുരേന്ദ്രന്റെ കാറിന് പിന്നാലെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുഴുവനും ഇത് തന്നെയായിരുന്നു ന്യൂസിലെയും മറ്റും ചർച്ചാ വിഷയം അല്ലെ. നമുക്ക് എന്തായാലും സംഭവത്തിന്റെ A to Z ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് പുറത്തു വന്ന ആ ക്ലിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇതാണ് പുറത്തു വന്ന ക്ലിപ്പിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്. ഒരു വെള്ളടുത്ത മുല്ലപ്പൂ ചൂടിയ ഒരു ചേച്ചി ഒരു വൃദ്ധയുടെ കയ്യിൽ പണം വെച്ച് കൊടുക്കുന്ന ദൃശ്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലെ. ഈ സ്ത്രീ വൃദ്ധയ്ക്ക് പണം കൊടുക്കുന്നത് ഇവിടെ വ്യക്തമാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഷോട്ട് എല്ലാരും കണ്ടല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഷോട്ടിലേക്ക് നീങ്ങാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഷോട്ട്. അതായത് ആ വെള്ള വസ്ത്രം ധരിച്ച് മുല്ലപ്പൂ ചൂടിയ ചേച്ചി പണം കൊടുത്തു പോയതിനു ശേഷം കുറച്ച് ആളുകൾ വന്ന് ആ വൃദ്ധയായ സ്ത്രീയുടെ കയ്യിലെ പണം ക്യാമറക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. കുറച്ച് ആളുകൾ എന്ന് പറയുമ്പോൾ ദൃശ്യത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ട് അല്ലെ. അതിൽ പുരുഷനായിട്ടുള്ള വ്യക്തി ആ അമ്മയോട് ഒരു താക്കീത് നൽകുന്നുണ്ട്, ഇനി ഇത് ചെയ്യരുത് എന്നുള്ളത്. ആ പറഞ്ഞ വ്യക്തിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇയാളുടെ പേര് N വിനേഷ് കന്യയുടെ എന്നുള്ളതാണ്. ആളുടെ പ്രൊഫൈൽ ഐഡി ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഈ രണ്ട് ഷോട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടല്ലോ അല്ലെ. ഈ രണ്ട് ഷോട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഒരു വെള്ള വസ്ത്രം ധരിച്ച മുല്ലപ്പൂ ചൂടിയ ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീക്ക് കൈമടക്ക് കൊടുക്കുന്നു. കൈമടക്ക് കൊടുത്ത് വോട്ട് മറിക്കാൻ വേണ്ടി തന്നെ ആകണം അവർ ആ പൈസ കൊടുത്തത്. അതിനുശേഷം ആ സ്ത്രീ അവിടുന്ന് പോകുന്നു. ആ കൈമടക്ക് കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തപ്പെടുന്നു. അതിന് പിന്നാലെ കുറച്ച് ആളുകൾ പണം കൈപ്പറ്റിയ വൃദ്ധയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. വൃദ്ധ കൈപ്പറ്റിയ പണം ക്യാമറക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകി പുറത്തേക്ക് വരുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഷോട്ട് കണ്ടോക്കാം. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ഷോട്ട്. ഈ ഷോട്ടിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഈ വെള്ള വസ്ത്രം ധരിച്ച് മുല്ലപ്പൂ ചൂടിയ സ്ത്രീ ഒരു 4-5 കാറിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നു അല്ലെ. ഈ കാറുകളെല്ലാം ശോഭാ സുരേന്ദ്രന്റെ കാറുകളാണ്. പ്രചരണത്തിന്റെ ആവശ്യത്തിനുള്ള കാറുകളാണ്. ഇതിൽ ഏറ്റവും മുന്നത്തെ ഇന്നോവ കാറിലാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ചേച്ചിയുള്ളത്. ആ കാറിനടുത്തേക്കാണ് ഈ വെള്ള വസ്ത്രം ധരിച്ച മുല്ലപ്പൂ ചൂടിയ ചേച്ചി നടന്നു നീങ്ങുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ ഷോട്ട് കണ്ടോക്കാം. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്ന മോശം. ഓക്കെ, ഈ കോൺവെർസേഷൻ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അതായത് ശോഭാ സുരേന്ദ്രന്റെ കാറിനെ ചേസ് ചെയ്തുകൊണ്ട് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരുന്നു. എന്നിട്ട് അവർ ശോഭാ സുരേന്ദ്രനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എന്താണ് ആ ഡയലോഗ്? ആ വീട്ടിൽ പൈസ കൊടുത്തത് മോശമായി പോയി ചേച്ചി എന്നുള്ളതാണ് ആ ഡയലോഗ് അല്ലെ. അതിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടല്ലോ. ഈ കൊച്ചിന്റെ വെല്ലമ്മയാണ് ഇതെന്ന്. അന്നേരം അപ്പുറത്തുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ആരുടേതെന്നുള്ളത്. അപ്പൊ അന്നേരം ശോഭാ സുരേന്ദ്രൻ ബാക്കോട്ട് ചൂണ്ടിയിട്ട് ഈ പെങ്കുച്ചിന്റേത് എന്ന് പറയുന്നുണ്ട്. ഈ കോൺവെർസേഷൻ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടോക്കാം. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം. എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. ഞങ്ങളുടെ വാർഡല്ലേ. ഓക്കെ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ പ്രകോപിതയായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അല്ലെ. എന്തിനാണ് ഇത്ര പ്രകോപിതയായത്? ശോഭാ സുരേന്ദ്രനെ കൈമടക്ക് കൊടുത്തതിന് ചോദ്യം ചെയ്തതിനും പിന്നെ ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ ചിത്രീകരിച്ചതിനും. എന്താണ് സോഭാ സുരേന്ദ്രൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആ കാറിന്റെ ബാക്കിൽ നിന്ന് ഒരു ഡോറ് തുറക്കപ്പെടുന്നുണ്ട്. അതിനൊരു സ്ത്രീ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നുമുണ്ട്. ഞാനാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശോഭാ സുരേന്ദ്രൻ കാറിൽ നിന്ന് ചുറ്റി വളഞ്ഞ് ആ ബാക്കിൽ സീറ്റിൽ ഇരിക്കുന്ന സ്ത്രീയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ചെന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത്. ആ ഡയലോഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിൽ ഇരിക്കുന്ന മുല്ലപ്പൂ ചൂടിയ വെള്ള വസ്ത്രം ധരിച്ച ആ സ്ത്രീയോട് ശോഭാ സുരേന്ദ്രൻ കാര്യമായിട്ട് പറയുന്നത് എന്താണ്, ചെന്ന് അവരുടെ വീഡിയോ എടുക്കുന്നുള്ളത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടോക്ക്. എല്ലാരും വ്യക്തമായി കേട്ടല്ലോ. ആ ബാക്കിൽ ഇരിക്കുന്ന വെള്ള വസ്ത്രം ധരിച്ച മുല്ലപ്പൂ ചൂടിയ ചേച്ചിയോട് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ ഈ ഡയലോഗ് അടിക്കുന്നുണ്ട്, ചെന്ന് വീഡിയോ എടുക്കുന്നുള്ളത്. ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്തായാലും ഇതിന് ശേഷം ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രനും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ മുട്ടം വഴക്ക് നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. നിങ്ങളുടെ വാർഡല്ലേ?
എവിഡൻസ് നിങ്ങളുടെ തേങ്ങയിലെ എവിഡൻസ് നിങ്ങൾ ചെയ്തു. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ നിങ്ങളെന്താ വിചാരിച്ചു അതിലൊന്നും വേണ്ട എന്റെ മൊബൈലിൽ ബഹുമാനത്തോടെ ഒരു കാരണമാണ് എന്റെ മൊബൈൽ മൊബൈൽ അതെന്താണ് ചേച്ചി അവരുടെ ക്യാമറയിൽ ചേച്ചിന്റെ ഫോട്ടോ എടുത്താല് ചേച്ചി ഉടുമാനില്ലാണ്ട് നിൽക്കുന്ന വീഡിയോ ഒന്നല്ലല്ലോ അവരെടുത്തത്. ചേച്ചിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന വീഡിയോ അല്ലേ, അത് അവരൊരു എവിഡൻസിന് വേണ്ടി എടുക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അതിന് ചേച്ചി ഇത്ര റൈസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി ഉണ്ടോക്കെ എന്തായാലും ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങൾ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എനിക്ക് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ ചോദിച്ചത്? അല്ല നിങ്ങൾ കൈയോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ കുറിച്ച് എടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വലിച്ചിരുന്ന കാര്യം നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. വീഡിയോയില് വ്യക്തമാണല്ലേ, ശോഭ ചേച്ചി നല്ലോണം ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്റെ അനുവാദം അല്ലാണ്ട് എന്റെ വീഡിയോ എടുക്കാൻ നീ ആരാടാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തൊക്കെയോ ഷോ ഓഫ് കാണിക്കുന്നുണ്ട് ചേച്ചി. എന്തായാലും സംഭവം ക്ലിപ്പ് പുറത്തായി, ന്യൂസിൽ ഫ്ലാഷ് ആയി. അതോടെ നമ്മുടെ നാട്ടിലെ ന്യൂസുകാരെന്താക്കി, ശോഭാ സുരേന്ദ്രന്റെ പ്രതിനിധിയിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് പറയപ്പെടുന്ന ആ അമ്മച്ചിയെ പോയി കണ്ടു. മാധ്യമങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവരുടെ ബൈറ്റ് എടുത്തു. പക്ഷെ ആ അമ്മച്ചി ആള് പുലിയാണ് കേട്ടോ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ആ അമ്മച്ചി കൃത്യമായി ടാക്കിൾ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കി. എത്ര പൈസ എന്നത് മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. മരുന്ന് വാങ്ങാൻ പൈസ തന്നോ? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചു അവരോട് പൈസ പൈസ വേണം പറഞ്ഞു. എപ്പോഴാ ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്ന പൈസ തന്നു തന്നല്ലേ ചോദിച്ചു തരാൻ പറഞ്ഞു. അത് പെൻഷന്റെ പൈസ. പൈസ തന്നു നേരത്തെ പറഞ്ഞത്. പെൻഷൻ തന്ന പൈസ അമ്മയല്ലേ പറഞ്ഞ നേരത്തെ? പെൻഷൻ തന്ന പണമുണ്ട് എന്റെ കയ്യിൽ. അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല, ആ ശോഭ ഇല്ല തരാ പറഞ്ഞു. അവർ വന്നാ തരാ പറഞ്ഞു. എന്തായാലേ മാധ്യമങ്ങൾ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും അമ്മ വിട്ടുകൊടുക്കുന്നില്ല. അവരെന്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഞാൻ അവരോട് പൈസ ആവശ്യപ്പെട്ടു, അവരെനിക്ക് പൈസ തരാമെന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഇവിടെ അമ്മച്ചി പറയുന്നുള്ളൂ അല്ലെ. എന്തൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും അമ്മച്ചി വിട്ടു പറയുന്നതേ ഇല്ല. എന്തായാലും സംഭവം ന്യൂസിൽ ഫ്ലാഷ് ആയി കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞതോടെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്താക്കി ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അത് അതിനേക്കാളും വലിയ വിറ്റാണ് മക്കളെ. നമുക്ക് എന്തായാലും ശോഭാ സുരേന്ദ്രന് പറയാനുള്ള എന്താന്നുള്ളത് കണ്ടോക്കാം. എന്നാൽ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമപ്രവർത്തകർ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. ഇവിടെ ഒരാളും അത്തരത്തിൽ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല ചേച്ചി തള്ളി എങ്ങോട്ടായി പോകുന്നത്. പാലക്കാടിലെ മുഴുവൻ വോട്ടർമാരും കൈക്കൂലി വാങ്ങുന്നവരാണെന്നുള്ള രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചിത്രീകരിച്ചു പോലും. ഇവിടെ അങ്ങനെയൊന്നും ഒരു മാധ്യമം പറഞ്ഞിട്ടില്ല ചേച്ചി ഒരാളെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാൻ നോക്കി, അത് അവിടുത്തെ കോൺഗ്രസ്സുകാര് പോക്കി, അത് ന്യൂസുകാർ ഏറ്റുപിടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ മുഴുവൻ പാലക്കാടുകാരും കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ആരും ഇവിടെ ഒന്നും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഇവിടെ ശരിക്കും എന്താണെന്നറിയോ സംഭവം, ചേച്ചിക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് അത് പൊതുജനങ്ങൾക്കെതിരെ വന്ന ആരോപണമാണെന്ന് ചേച്ചി പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കാണ്. എന്തിനാണ്? പൊതുജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ ചേച്ചിന്റെ ബുദ്ധിയില്ലേ? പക്ഷെ ആ ബുദ്ധി ഇവിടെ നടക്കില്ല ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം.
ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിലിരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്. അത് ശരി. ഇവിടെ തന്നെ ചേച്ചിയുടെ ആദ്യത്തെ കള്ളം പൊളിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ക്ലിപ്പില് ഈ ശോഭ ചേച്ചിനെ പിന്തുടർന്ന് വന്ന് ശോഭ ചേച്ചിനോട് കാറിലിരുന്ന് കുറച്ച് ആൾക്കാർ കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ ക്ലിപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കച്ചറ ഉണ്ടാക്കിയവരുടെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ ഒരു സ്ത്രീ മുഖം മറിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ശോഭ ചേച്ചി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ശരിക്കും ആ സ്ത്രീ മുഖം മറിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ കാണിച്ചിരുന്ന ഒരു ക്ലിപ്പുകളൊന്ന് കണ്ടുനോക്കി. ഓക്കെ, കണ്ടല്ലോ. ഇവരുടെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ വിസിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്, മുഖമൊന്നും മറിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. അപ്പൊ അവിടെ തന്നെ ചേച്ചിയുടെ ആദ്യത്തെ കള്ളം പൊളിഞ്ഞു വീണെന്നുള്ളതാണ്. കഴിഞ്ഞില്ല, ഓരോ കള്ളങ്ങളായി ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നുണ്ട് മക്കളെ. അടുത്താണ് നോക്കാം. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എൻ്റെ പിറകിൽ നിൽക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? അത് പിന്നെ ചേച്ചി ഇങ്ങനെ വീടാന്തരം കയറി വീടുകളിലൊക്കെ കൈക്കൂലി കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള പ്ലാൻ ആണെന്ന് അവർക്ക് തോന്നിക്കാണും. അങ്ങനെയെങ്കിൽ അതൊന്ന് പൊളിച്ചെടുക്കണമല്ലോ എന്ന് അവർ ചിന്തിച്ച് കാണും. അതുകൊണ്ടായിരിക്കും അവർ ചേച്ചിനെ വിടാതെ പിന്തുടർന്നത്. അങ്ങനെ പിന്തുടർന്നതിന്റെ അടിസ്ഥാനത്തിൽ ചേച്ചിനെ പ്രതിനിധി കൈക്കൂലി കൊടുക്കുന്നത് അവർ പിടിക്കുകയും ചെയ്തല്ലോ. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി. ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോൾ സംസാരിച്ചു. പാലക്കാടിൻ്റെ ജില്ലാ കളക്ടറുമായി ഞാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പോൾ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞത് ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കളക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരാതി തയ്യാറാക്കി, അത് കളക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിൻ്റെ മുൻസീറ്റിലിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു മാധ്യമം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നടയടി തുടങ്ങി. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടയടി നടത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതേ മാധ്യമം തന്നെയാണ് ഇന്ന് മീഡിയ ഗ്രൂപ്പിൽ പോസ്റ്റ് ആദ്യം ഇടുന്നത്. അപ്പോൾ ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എൻ്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എൻ്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയെ തുടർന്ന് എന്ത് സംഭവിച്ചു? നിങ്ങളെല്ലാവരും ആ അമ്മയെ കാണാൻ പോയി. ആ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും. അപ്പോഴേക്കും മാർക്സിസ്റ്റുകാർ പോകുന്നു, കോൺഗ്രസിൻ്റെ ആളുകൾ പോകുന്നു, ആ വീട്ടിൽ അമ്മയെ പ്രഷർ ചെയ്യിക്കുന്നു, അത് പറയണം ഇത് പറയണം, എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്തെങ്കിലും ഒരു തൊണ്ടി നിങ്ങൾക്ക് കിട്ടിയോ? ആ അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ഒരാളും പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കഥ പോയി. രണ്ടാമത്തെ എൻ്റെ പോയിന്റ്, ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ശരി, അതിന്റെ ഇടയ്ക്ക് അതും സംഭവിച്ചോ? അങ്ങനെയെങ്കിൽ അവരെ വെറുതെ വിട്ടുകൂടെ ചേച്ചി? അങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചുവയോട് കൂടിയുള്ള അധിക്ഷേപങ്ങളൊന്നും നമ്മൾ വെച്ച് പൊറപ്പിക്കില്ല ചേച്ചി. എന്തായാലും ഒരു കാര്യം ചെയ്യ്, ചേച്ചി അതിന്റെ ക്ലിപ്പ് ഒന്ന് കാണിച്ചോണ്ടാ നമ്മൾ നോക്കട്ടെ അവർ ചേച്ചിയോട് ലൈംഗിക ചുവയായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് കാണണല്ലോ. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ചേച്ചി അതിന്റെ ക്ലിപ്പ് കാണിക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെയും വേദനിച്ച് പ്രമീള ചേച്ചിയെ രോഷത്തോടു കൂടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ആരെയും വിചാരിച്ചത് ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ആളാണ് സർഗ, ദിനേശ് സർഗ.
ഇങ്ങനെയാണോ ബഹുമാനം കാണിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചത്? അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്, ഒരു തവണയല്ല. അത് ശരി, ഇതിലെവിടെ ചേച്ചി വൃത്തികെട്ട ആംഗ്യം കാണിച്ചത്? ഞങ്ങൾ എവിടെയും കണ്ടില്ലേ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ചേച്ചി അങ്ങോട്ട് ചുമ്മാ തള്ളി വിടന്നെ. സംഭവം ചേച്ചിന്റെ കയ്യിൽ നിന്ന് പോയി കണ്ടപ്പോ ചേച്ചി വുമൺ കാർഡ് ഇറക്കാൻ നോക്കിയതാണ്. അവൻ എന്നോട് മോശമായി പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. അവനൊരു വൃത്തികെട്ടവനാണ്, സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാത്തവനാണ് എന്ന് ചേച്ചിക്ക് വരുത്തി തീർക്കണം. ആര്? ചേച്ചിനെ ചോദ്യം ചെയ്യാവുന്ന കോൺഗ്രസ് പ്രവർത്തകരെ. എന്നിട്ട് അത് വെച്ച് ചേച്ചിക്ക് ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള ചേച്ചിന്റെ അടവാണിതെല്ലാം. എന്തൊക്കെ തരം അടവുകൾ കാണണം അല്ലെ? എന്തായാലും ചേച്ചി പറഞ്ഞ മാതിരി ഒന്നും ആ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. പറയുന്നത് ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എവിടെ? ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ആകെ കണ്ടത് എന്റെ വീഡിയോ എടുക്കാൻ നീ ആരാടാ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അലറുന്നത് മാത്രമാണ്. അല്ലാണ്ട് വേറൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ചുമ്മാ അങ്ങോട്ട് തട്ടിവിടന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേച്ചിന് ഉടായ്പ പൊക്കിയവരെ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും മോശക്കാരാക്കണം. അതിനു വേണ്ടിയുള്ള തത്രപ്പാടാണ് ചേച്ചി. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? അതാ ചെറുപ്പക്കാരനോട് എന്നെ ചോദിക്കണം. എന്താ ചേച്ചി അങ്ങോട്ട് വായി തോന്നി അങ്ങോട്ട് വിളിച്ച് പറയുന്നല്ലേ? ഇങ്ങനെ പച്ചക്ക് വിളിച്ച് പറയാനുമാണ് ഒരു കേസ്. ചേച്ചിക്കെതിരെ ഒരു ആരോപണം വന്നെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാന്ന് വെച്ചാ വളരെ മോശമാണ് കേട്ടത്. നേരം ബാക്കി പറഞ്ഞാട്ടെ ചേച്ചി. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ, അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും, ഒരു തർക്കവും വേണ്ട. അച്ഛന്റെ മോളെ രോമ എണീച്ച് ഇന്ന് പോയത് കേട്ടപ്പോ ചേച്ചി ചുമ്മാ വുമൺ കാർഡ് ഇറക്കി മാസ് ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ ചേച്ചി. ചേച്ചി എന്തിനാണ് കാറിന് ഡോറ് തുറന്ന് ഇറങ്ങി പോയെന്നുള്ളത് നമ്മളെല്ലാരും കണ്ടതാണ്. ചേച്ചിന്റെ കാറിന് പിന്നാലെ പിന്തുടർന്ന് വന്നുകൊണ്ട് ആ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ചേച്ചി കൈക്കൂലി കൊടുത്തത് മോശമായി പോയിന്ന്. അത് കേട്ട് പ്രകോപിതമായിട്ടല്ലേ ചേച്ചി കാറും തുറന്ന് പുറത്ത് വന്നത്. അത് ഞങ്ങൾക്ക് ക്ലിപ്പ് കണ്ടപ്പോ തന്നെ നല്ലോണം മനസ്സിലാക്കണം. അല്ലാണ്ട് ചേച്ചിയോട് മോശമായി പെരുമാറിയിട്ടൊന്നുമല്ല. അങ്ങോട്ട് തട്ടി വിടന്നല്ലേ. ഇനി ശോഭ ചേച്ചിയുടെ പ്രതിനിധി എന്ന് പറയപ്പെടുന്ന ആ മുല്ലപ്പൂ ചൂടിയ വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ ഉണ്ടല്ലോ, ഏത് ശോഭ ചേച്ചിയുടെ കാറിന് പിൻസീറ്റിരുന്ന ആ ചേച്ചി ഡോറ് തുറന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം അവന്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള ചേച്ചിന്റെ മറുപടിയാണ് മുട്ട കോമഡി മക്കളെ. നമ്മൾ നിലന്ന് കേട്ടോക്കാം. അല്ല, ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണിക്കൂ. നിങ്ങൾക്ക് സുഹൃത്തെ, ഏത് ഇതോ നേലോ? വെള്ള സാരി എടുത്ത് മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന ഒരു നേലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ശോഭ ചേച്ചി ആ നേലിന്റെ പോയി സംസാരിക്കുകയും ചെയ്തല്ലോ, പോയി വീഡിയോ എടുക്കുന്നുള്ളത്. ആ ക്ലിപ്പ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചതാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കൊള്ളാം. സംസാരം കേൾക്കുകയും മുല്ലപ്പൂ ചൂടുകയും വെള്ള ചുരിദാർ ധരിക്കുകയും ചെയ്യുന്ന നേലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പറ്റി. വല്ലാത്തൊരു നേല തന്നെ അല്ലേ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഇല്ലല്ലേ? അപ്പൊ പിന്നെ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് ചേച്ചി ആജ്ഞാപിച്ചത് പിന്നെ ആരോടാണ്? ചേച്ചി ആദ്യം പറഞ്ഞ് ബാക്കിൽ ഇരിക്കുന്ന ഒരു നേരാണെന്ന്, പിന്നെ പറഞ്ഞ് വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീയെ എന്റെ കാറിലില്ലാന്ന്. എന്താ ചേച്ചി നമ്മളെല്ലാരും മണ്ടന്മാരാണെന്ന് വിചാരിച്ചു? അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ ഉണ്ടല്ലോ ചേച്ചിന്റെ പ്രവർത്തകരോട് പോയി പറഞ്ഞാൽ മതി കേട്ടോ, അവര് വിശ്വസിക്കുമായിരിക്കും. അല്ലാണ്ട് ഇതൊക്കെ കേട്ട് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ചേച്ചി കരുതണ്ട. ചേച്ചി ബാക്കി എന്തായാലും പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കാം. അല്ലല്ല, ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം, ഞാൻ ഒരു മാധ്യമം അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ഇത് ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ പറഞ്ഞു അയച്ചത്? മീഡിയ വൺ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയിച്ചു. എല്ലാം കൂടി മീഡിയ വണ്ണിന്റെ തലക്കിട്ടോ. ചേച്ചിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് പകരം ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്താണ്? ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ്. ആദ്യം ചേച്ചിയുടെ ഉടായ്പ പൊക്കിയ കോൺഗ്രസ് പ്രവർത്തകരെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ നോക്കി, അവരൊരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കാൻ നോക്കി. അതിനുശേഷം ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ, എസ്പെഷ്യലി മീഡിയ വണ്ണിനെ മോശക്കാരായി ചിത്രീകരിക്കാൻ നോക്കുന്നു. ചേച്ചിക്ക് ഈ പരിപാടി അറിയത്തുള്ളൂ. മര്യാദയ്ക്ക് ചേച്ചിക്കെതിരെ വരുന്ന ആരോപണങ്ങളൊന്നും ചേച്ചിക്ക് ഫേസ് ചെയ്യാൻ അറിയത്തില്ല. ചേച്ചിക്ക് ആകെ അറിയാവുന്ന പരിപാടി വുമൺ കാർഡ് ഇറക്കാനും
ബ്ലെയിം ഷിഫ്റ്റിംഗ് നടത്താനും മാത്രം അറിയാം. കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയാ. ബാക്കി അഡ്വൊക്കെ എന്തായാലും അല്ല, മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടാണ് നിങ്ങൾ പണം കൊടുത്തത്. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടാണ് നിങ്ങൾ പണം കൊടുത്തത്. ഇല്ലാത്തൊരു ദൃശ്യത്തിന്റെ പേരിൽ ഇല്ലാത്ത ദൃശ്യം. അപ്പൊ ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളൊക്കെ AI ആയിരിക്കും അല്ലേ ചേച്ചി? ഇനി അതും കൂടി ചേച്ചി പറയാൻ ബാക്കിയുള്ളൂ. ഇതും കൂടെ ആയപ്പോ പൂർത്തിയായി. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോണോ അതോ എനിക്ക് ഓരോരുത്തരായി ഒരു നിമിഷം, അതായത് അവിടേക്ക് മീഡിയ വണ്ണല്ല, എന്റെ കാറിൽ ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖമേടെ ആ സ്ത്രീയുടെ മുഖം നല്ല വ്യക്തവും സ്പഷ്ടവുമായ ആ സ്ത്രീയുടെ മുഖം കാണുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ദാ കണ്ടോളി നല്ല കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ ആ മുഖം. എന്നിട്ട് ചോദിക്കുകയാണ് ആ സ്ത്രീയുടെ മുഖം എവിടെ എന്നൊക്കെ. എന്തായാലും കഷ്ടമുണ്ട് കേട്ടോ ചേച്ചി. ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് വീട് വീണാന്തരം കയറി ഇറങ്ങി നോട്ട് വിതരണം നടത്തിയ ആ സ്ത്രീയെ തന്നെ ചേച്ചി ഇങ്ങനെ തള്ളി പറയണം. ഈ ചേച്ചിക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് ആ നോട്ട് വിതരണം നടത്തിയ ചേച്ചി ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ. എന്തായാലും ബാക്കി ഉണ്ടോക്കെ എന്തായാലും ആ ബെസ്റ്റ്. കാറിൽ അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനെ തെളിവ് കാണിച്ചു കൊടുത്തപ്പോ പറയാണ് അവര് കാറിൽ കയറുന്ന ദൃശ്യം ഉണ്ടോന്നൊക്കെ. ഇനിയിപ്പോ കാറിൽ കയറുന്ന കാണിച്ചു കൊടുത്ത ചേച്ചി വേറെ എന്തെങ്കിലും പറയൂ. സംഭവം ചേച്ചിന്റെ കയ്യിൽ നിന്ന് പോയിക്കണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിക്കണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണം. അത്രയോ ഉള്ളൂ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും സ്ത്രീ കാറിൽ കയറുന്നുണ്ട്. അത് കാണിക്കൂ. അല്ല, ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണിക്കൂ. നിങ്ങൾക്ക് സുഹൃത്തെ ഇത് ഒരു നേലാണ്, ഒരു നേല പോലെ. വീണ്ടും അതന്നെ നേലാണെന്നൊക്കെ. എന്താണ് ചേച്ചി ഇത്ര വ്യക്തമായി കാണിച്ചിട്ട് വീണ്ടും വീണ്ടും നേലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ നേലിന്റെ അടുത്തല്ലേ എന്നെ ചേച്ചി പോയി ആജ്ഞാപിച്ചത് പോയി വീഡിയോ എടുക്കടി എന്നുള്ള രീതിയിൽ. എന്താ ചേച്ചി ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അമ്മയുടെ അതായത് ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ നൽകിയെന്ന് അമ്മ പറയുന്നുണ്ട്. അല്ല, അപ്പൊ കോൺഗ്രസ്സുകാരൻ എന്റെ കാറിന്റെ തൊട്ടുപിറകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിനേഷ് സർഗ എന്ന് പറയുന്നവന്റെ കൂടെ വന്ന സ്ത്രീയാണോ അല്ലയോ നിങ്ങൾ? ആ ബെസ്റ്റ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പിൻസീറ്റിൽ ഇരുന്ന ആ വെള്ള ചുരിദാറും മുല്ലപ്പൂവും ധരിച്ച സ്ത്രീയെ കോൺഗ്രസ്സുകാർ കൊണ്ട് ചെന്നിരുത്തിയതാക്കി എന്നുള്ള രീതിയിലാക്കി തീർത്തപ്പോ ചേച്ചി. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്താ ചേച്ചി പിടിച്ചിക്കാൻ വേണ്ടി എന്തെങ്കിലും അങ്ങോട്ട് പറയാന്നല്ലേ? എന്നാലും പാവണ്ടാ ചേച്ചി. ചേച്ചിക്ക് വേണ്ടി എന്തോരം വീട് കയറി ഇറങ്ങിയതാണ്. എന്നിട്ട് അവളങ്ങ് കോൺഗ്രസ്സുകാരാക്കി കളഞ്ഞല്ലോ ചേച്ചി. ഇതൊക്കെ കാണുന്ന വെള്ള ചുരിദാർ എടുത്ത മുല്ലപ്പൂ ചൂടിയ ചേച്ചി ഇരുന്ന് കരയുന്നുണ്ടാകും. പാവം ചേച്ചി. ആദ്യം എന്റെ കാറിന്റെ പെൻസീറ്റിൽ ഒരു സ്ത്രീയെ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ പറയാണ് അതൊരു നേലാണെന്ന്. പിന്നെ ഉണ്ട് പറയുന്നത് അത് യുഡിഎഫുകാരിയാണെന്നുള്ളത്. ഇനി അടുത്തെന്താണോ പറയാൻ പോണത് കേട്ടോക്കാം. ഇതിനകത്ത് തുടക്കം മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ BJP പ്രവർത്തക പൈസ കൊടുത്തതിന്റെ എന്തെങ്കിലും തെളിവ് കാണിക്കാവോ എന്നുള്ളതാണ് ഇയാൾ ചോദിക്കുന്നത് അല്ലേ? എന്തായാലും ആ വെള്ള ചുരിദാർ എടുത്ത മുല്ലപ്പൂ ചൂടിയ ചേച്ചി പൈസ കൊടുക്കുന്ന ഫൂട്ടേജ് എല്ലാരും കണ്ടല്ലോ. ഇനി ആ ചേച്ചി BJP പ്രവർത്തകയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാണെങ്കിൽ BJPക്കാര് പൈസ കൊടുത്തെന്ന് തെളിയിച്ച പോലെ ആയല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കാം. ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രനോടൊപ്പം ആ വെള്ള ചുരിദാർ ഇട്ട മുല്ലപ്പൂ ചൂടിയ ചേച്ചി നിൽക്കുന്ന ഏതാനും ചിത്രങ്ങളാണിത്. ഇതിൽ പറഞ്ഞ് തെളിവ് വേറൊന്നും വേണ്ടല്ലോ. അപ്പൊ ഈ ചേട്ടനുള്ള ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോട്ട് കൊടുത്ത് വോട്ട് നേടാൻ ഇറങ്ങിയ ശോഭാ സുരേന്ദ്രനും ടീമും അടപടലും മൂഞ്ചിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, വോട്ട് പിടിക്കാൻ വേണ്ടി ഇവര് സാരി വിതരണവും നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് കണ്ടോക്കാം. പിരായിരി പഞ്ചായത്തിലാണ് BJP വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്ന ആരോപണം. സാരി നൽകുന്ന ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. സാരി ഷാരിഖ് നവാസ് സാരി എന്നാണ് ആരോപണം. അത് തന്നെയാണ് NMR റസാഖ് അല്പസമയം മുൻപ് ആരോപിച്ചത്. സാരി നൽകുന്നതൊക്കെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാരും കണ്ടല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പും കൂടി നിങ്ങൾ കേട്ടോക്കി. നമ്മുടെ പഞ്ചായത്തിന്റെ വനിതകളുടെ എല്ലാം ഒരു റാലി തെരഞ്ഞെടുപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രദേശത്തും നിന്നും റാലിയിൽ പങ്കെടുക്കുന്ന വനിതകളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തയ്യാറാക്കി എത്ര സാരി വേണമെങ്കിൽ അവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി ഞള്ളക്കാട്ട് ജോജിയുടെ വീട്ടിൽ ചെന്ന സാരി എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പം 2:30 ആകുമ്പോൾ നമ്മൾ തിടനാട് എത്തണം. 3 മണിക്ക് പൊതുസമ്മേളനം, 2:30 റാലി തുടങ്ങും.
4 മണിയോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും നമുക്ക് ബൂത്ത് കൺവെൻഷൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്യും. ബെസ്റ്റ്. കഴിഞ്ഞില്ലേ കേട്ടോ, ഇത് കൂടാതെ ഇവര് കിറ്റ് വിതരണം കൂടി നടത്തുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ന്യൂസും കൂടി കണ്ടുനോക്കി. റാഷിദ്, ഇവിടെ തൃശൂർ കാച്ചേരിയിലെ അച്ചാർ കമ്പനിയിലാണ് ഈ കിറ്റുകൾ കാണുന്നത്. ഈ കിറ്റുകൾ മുഴുവൻ ഇവിടെ വിതരണം ചെയ്യാൻ കൊണ്ടുവച്ചു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ബൂത്തുകളിലേക്ക് വാഹനങ്ങൾ പ്രത്യേകം കൊണ്ടുപോവുകയാണ്. അപ്പോൾ BJP നേതാവിന്റെ സഹോദരന്റെ അച്ചാർ കമ്പനിയാണ്. ഈ അച്ചാർ കമ്പനിയിലാണ് ബെസ്റ്റ്. വോട്ട് പിടിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് BJP-ക്കാർ കാട്ടിക്കൂട്ടുന്നത് അല്ലേ? നോട്ട് വിതരണം, സാരി വിതരണം, കിറ്റ് വിതരണം. ഇതൊക്കെ ഇവര് നോർത്ത് ഇന്ത്യയിൽ പയറ്റി തെളിഞ്ഞൊരു സംഭവമാണ്. അവിടെ ഇവർ ഇങ്ങനെയാണ് വോട്ട് പിടിച്ചിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. സഭ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ്, അതിന്റെ ഒപ്പം 2,000 റുപ്യൊക്കെ ഉണ്ടാവും, അത്ര തന്നെ. അതുകൊണ്ട് ഒപ്പം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ 5 കൊല്ലം കഴിഞ്ഞാൽ ഇതേപോലെ 2,000 കൂടി കിട്ടും. എന്തായാലേ അതാണ്. ഇതിപ്പോ മഹാരാഷ്ട്രയിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഈ ട്രിക്ക് തന്നെ ഇവര് കേരളത്തിലും പ്രയോഗിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഇതൊരു സ്റ്റാർട്ടിംഗ് ഫേസ് ആണ്. ഭാവിയിൽ ഇവര് നോർത്ത് ഇന്ത്യയെ പോലെ തന്നെ ഈ സംഭവം വികസിപ്പിക്കാനുള്ള എല്ലാ പദ്ധതിയും ചെയ്യുന്നുണ്ട്. മിക്കവാറും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിൽ ഇതേപോലെ പണം വാങ്ങി BJP-ക്ക് കുത്തുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കണ്ട് തന്നെ അറിയാം ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.